ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ചേച്ചിമാരെ, എൻ്റെ പേര് ലിപ്സി ലിൻസൺ. എൻ്റെ വീട് അങ്കമാലിയിലാണ്. എനിക്ക് 3 കുട്ടികളാണുള്ളത്. അതിനകത്ത് ഇളയ കുട്ടിക്ക് 6 മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളി കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നത്. 2022 ഡിസംബർ 13 എനിക്ക് 6 മാസമാവാൻ 2 ദിവസമുള്ളപ്പോഴാണ് ഡെങ്കിപ്പനി മൂലം രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡ് ഈശോയുടെ അടുത്തേക്ക് പോകുന്നത്. ആ കുറച്ച് ദിവസങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലേ ഇല്ല. എനിക്കെൻ്റെ ജീവിതത്തിൽ മൊത്തം ഒരു ശൂന്യത, ഒരു ഇരുട്ട്. ഞാനെങ്ങനെ ജീവിക്കുമെന്നോ, ഞാനെങ്ങനെ മുന്നോട്ട് പോകുമെന്നോ, ഒരു കുട്ടി അപ്പനെ കണ്ടിട്ടില്ല. ആ ഒരു വേദന എനിക്ക് എവിടെ ചെന്ന് എനിക്കറിയില്ല. എനിക്ക് മൊത്തം ഒരു ബ്ലാങ്ക് ആയിരുന്നു. പക്ഷേ തമ്പുരാൻ എന്നെ ഇതിക്ക് മുന്നേ ഒരുക്കിയത് ഞാൻ ഈച്ചൻ്റെ 7 കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത്. കാരണം എനിക്ക് അവന് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ വല്ലാത്ത വൊമിറ്റിംഗ് ആയിരുന്നു. ഒരു 4 മാസം വരെ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ബെഡ് റെസ്റ്റ് മീൻസ് ഫുൾ ഛർദിയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം വചനങ്ങൾ ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു. അച്ഛന്മാരുടെ ടോക്സൊക്കെ ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോഴിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഗുഡ്നസ് ടിവിയിലെ റൂട്ട് എന്ന പരിപാടി എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടത്. ഈ ചേച്ചിമാരുടെ ഓരോ കാര്യങ്ങളും, വിധവയായ ഒരു പെണ്ണനുഭവിച്ച എല്ലാ വേദനകളും ഞാൻ ആ 2 മാസം മുതൽ ഒരു 5-4.5 മാസം വരെ ഞാനിത് ഈ ഫുള്ളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടത്തെ എപ്പിസോഡൊക്കെ റിപ്പീറ്റ് ചെയ്ത് മുമ്പ് അന്വേഷിച്ച് പിടിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എനിക്കതിനകത്തുള്ള എല്ലാ ചേച്ചിമാരെയും എല്ലാ ചേച്ചിമാരെയും എനിക്ക് മറക്കാനാവാത്ത മുഖങ്ങളായിരുന്നു. അവരുടെ സങ്കടം കണ്ടപ്പോൾ തമ്പുരാനെ ഒരു നിമിഷം ഞാനും ആലോചിച്ചിട്ടുണ്ട്, ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവരുതെന്ന്. പക്ഷെ ദൈവം എന്നെ കണ്ടുപിടിച്ചത് ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകാനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ആ ചേച്ചിമാരെല്ലാം ആ വേദനകൾ മറന്നത് ഈ ജീവാലയയിൽ എന്നൊരു ഈ ഒരു പ്രോഗ്രാമിലൂടെയാണെന്ന് എനിക്ക് ആ ഒരു പ്രോഗ്രാം കണ്ടോടുകൂടി എനിക്ക് മനസ്സിലായി. ഇച്ഛൻ്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു, 7ൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എനിക്ക് പിന്നീട് ഈ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ പ്രോഗ്രാം കണ്ടു. ഞാൻ ഈശോനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തമ്പുരാനെ, ആ ചേച്ചിമാർ അപ്പം അതിനകത്ത് കാണുന്ന പ്രോഗ്രാമിൽ കാണുമ്പോൾ അവരന്വേഷിച്ച് ഒരു സിസ്റ്റർ ഒരു കത്ത് ലെറ്റർ അയക്കുന്നതും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവരന്വേഷിച്ച് വന്നത് ഈ ധ്യാനത്തിലേക്ക്, വിധവകളുടെ ധ്യാനത്തിലേക്ക് വിടുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് അങ്ങനെ ആരെങ്കിലും വരണേ, എൻ്റെ സങ്കടങ്ങളൊന്നും ഒതുങ്ങി വരാൻ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ ആവാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ്റെ ഒരു 35 ദിവസം കഴിഞ്ഞപ്പം ലീന ചേച്ചിയും ഡെയ്സി ചേച്ചിയും ചിരിച്ച മുഖം കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വരുവാണ്. എനിക്കവരെ കണ്ട പാടെ പെട്ടെന്ന് എനിക്കവരെ ഓർമ്മയിൽ വന്നു. ഞാൻ ഈ ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് അവർ മുൻപരിചയം ഉണ്ടായിരുന്നു. അവർ എൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് നേരം എന്നോട് സംസാരിച്ചു. ഇതിന് ശേഷം ഞാൻ ചേച്ചിമാരുടെ കൂടെ ധ്യാനത്തിന് പോയി. കാരണം എൻ്റെ വയറ്റിലുള്ള കൊച്ചിനെ എൻ്റെ സങ്കടങ്ങളും കണ്ണീരുകളും അവൻ്റെ പറ്റു. ദൈവകൃപയാൽ ഞാൻ ധ്യാനത്തിന് പോയി. നല്ലൊരു ഹൃദയസ്പർശിയായ ധ്യാനം അച്ഛൻ്റെയും ചേച്ചിമാരുടെയും. നമുക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ, അതായത് ഒരു വിഡോ എന്നത് വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിടേണ്ട വൈധവ്യമല്ല എന്ന് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവുന്നത് അതെൻ്റെ 31ാമത്തെ വയസ്സിലാണ് എൻ്റെ ഭർത്താവ് എന്നോട് വിട പറയുന്നത്. എൻ്റെ വേദന എത്ര ഭയാനകമായിരുന്നു എന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ധ്യാനത്തിലൂടെയും റൂത്ത് എന്ന പ്രോഗ്രാമിലൂടെയും എനിക്ക് ലഭിച്ച ആശ്വാസത്തിന് കയ്യും കണക്കുമില്ല. നമുക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന ഈ ഒരു ജീവാലയയിലെ ഈ ചേച്ചിമാരെയും ഈ അച്ഛന്മാരെയും നമുക്ക് സമർപ്പിക്കാം. ഇപ്പോൾ എൻ്റെ മക്കള് ഒരാൾ 5ാം ക്ലാസ്സിൽ, ഒരാൾ 2ാം ക്ലാസ്സിൽ, ഒരാൾക്ക് 2.5 വയസ്സ്. എനിക്കിപ്പോൾ ഒരു ചെറിയ ജോലിയുണ്ട്. എനിക്ക് സന്തോഷവും സമാധാനവും
എന്തെന്നില്ലാത്ത ഒരു ആനന്ദത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വലിയ വിടവ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായെങ്കിലും അതൊക്കെ മറികടന്ന് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം എൻ്റെ മക്കളാണ്. ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ എനിക്കൊരു ഡിപ്രഷനോ എന്തെങ്കിലുമൊക്കെ വന്ന് ഞാൻ മൂലക്കിരുന്നേനെ. ഈ ഒരു വൈദഗ്ധ്യത്തിൽ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു. നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ ഏറ്റവും വലിയൊരു ശാപമായിട്ടായിരിക്കും ഇത് കിട്ടുന്നതെന്ന്. പക്ഷെ ഒരിക്കലുമല്ല. ഈശോ ഒരു വിധവയെ പോലും ഈശോ കൈവിടില്ല, ഉള്ളം കയ്യിൽ പിടിച്ചോളും, ഒരിക്കലും താഴെ ഇടില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിച്ച് ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് ഏറ്റവും മനോഹരമായി നമുക്കും ജീവിക്കാം. എതിർ വരമ്പുകളൊക്കെ മറികടന്ന് നമുക്കും ഈ ലോകത്തിൽ പ്രകാശമായി നമുക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. നമുക്കും ജീവിക്കാം ശക്തയായി, ധീരയായി.